നമ്മളപ്പോൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത് മിൻ ടൈം ആൻഡ് മാർക്സ് ടൈം. മിൻ ടൈം ആൻഡ് മാർക്സ് ടൈം. ആക്ച്വലി ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയാലോ, നമ്മളുടെ അൾട്ടിമേറ്റ് കേമാപ്പിലോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടേക്ക് ചെല്ലുന്നതിന് മുമ്പേ അറിയേണ്ട കുറച്ച് പേരാണ് മിൻ ടൈമും മാർക്സ് ടൈമും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം സംസാരിക്കുന്ന മിൻ ടൈമിനെ കുറിച്ചാണ്. മിൻ ടൈം. ആ മിൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇപ്പൊ രണ്ട് വേരിയബിൾ ഉള്ള എയും ബിയും ആണ് വേരിയബിൾ. എ ബാർ ബി ബാർ, എ ബാർ ബി, എ ബി ബാർ, എ ബി, ഈ 4 ഓപ്ഷൻസേ ഉള്ളൂ. ശരിയല്ലേ? നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ട് വേരിയബിൾ ഉള്ള കേസിൽ നമുക്ക് എ ബാർ ബി ബാർ, എ ബാർ ബി, എ ബി ബാർ, എ ബി, ഈ 4 ഓപ്ഷൻസേ ഉള്ളൂ. ഇതിൽ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്മോൾ ലെറ്റർ M0, ഇത് M1, ഇത് M2, ഇത് M3. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പറയുന്ന ബാർ ഉള്ളപ്പോൾ നമ്മൾ 00 എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 00 ആയതുകൊണ്ടാണ് M0 വന്നത്. എ ബാർ ബി എന്ന് പറഞ്ഞാൽ 01 ആണ്, M1 ആയി. എ ബി ബാർ എന്ന് പറഞ്ഞാൽ 10 എന്നുള്ള ഫോർമാറ്റിലാണ്, അത് M2 ആയി. എ ബി എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും 11 ആണ്, അതുകൊണ്ട് M3 ആയി. ആക്ച്വലി ഞാൻ നിങ്ങളോട് തന്നെ ഇപ്പൊ പറയുന്നു, എ ബി സി എന്നുള്ള കേസിൽ 3 വേരിയബിൾ ഉള്ള കേസിൽ നമുക്ക് എത്ര മിൻ ടൈം കിട്ടും? 8 മിൻ ടൈം കിട്ടും. അതൊന്ന് നിങ്ങൾ തന്നെ എഴുതണം. ഇപ്പൊ തന്നെ എഴുതിക്കളാം. ആദ്യത്തെ ടൈം പറയുകയാണെങ്കിൽ എ ബാർ, ബി ബാർ, സി ബാർ ഏതാണ്? സ്മോൾ ലെറ്റർ M0. അവസാനത്തെ ടൈം എന്തായിരിക്കും? എ ബി സി M7. എഴുതിക്കളാം, നിങ്ങൾ തന്നെ എഴുതിക്കളാം. ഇപ്പം നമുക്കൊന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയാണ് ഈ പറഞ്ഞു വരുന്നത്. സാരി എഴുതുന്നുണ്ടല്ലോ അല്ലെ? സജന, അനുശ്രീ, സുജിത എല്ലാവരും എഴുതിക്കളാം. M0 to M7 വരെയുള്ള വാല്യൂസ് എഴുതണം. അപ്പൊ ഈ പറഞ്ഞു വന്ന ഇതിനെ നമ്മൾ മിൻ ടൈം എന്ന് വിളിച്ചു. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു സം ഓഫ് ദി ഓൾ മിൻ ടൈംസ് എന്തായിരിക്കും? മിൻ ടൈമുകളുടെ എല്ലാം സം എന്തായിരിക്കും? സം ഓഫ് ഓൾ മിൻ ടൈംസ്. ഒരെണ്ണം ഒന്നോ രണ്ടോ അല്ല. നമ്മളിപ്പോ ഉദാഹരണം പറയാം. ഒരു മിനിറ്റ് ഇവിടെ നിൽക്കോ. ഇപ്പൊ 3 പേരാണ്, അനുശ്രീ, സുജിത, സജന, എല്ലാരും പറയുന്നത് SOP കിട്ടുമെന്നാണ്. വെയിറ്റ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ഇപ്പൊ 2 ടൈം എയും ബിയും പറഞ്ഞു. നമുക്ക് ഇതിന് പകരം ആരാന്ന് പറയാം? ഒന്ന് അനുശ്രീയെ പറയാം, ഒന്ന് സുജിതയെ പറയാം. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്താന്ന് ചോദിച്ചാൽ അനുശ്രീയും വന്നില്ല, സുജിതയും വന്നില്ല, എ ബാർ ബി ബാർ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താന്ന് ചോദിച്ചാൽ അനുശ്രീ വന്നില്ല, സുജിത വന്നു. മൂന്നാമത്തെ ഓപ്ഷൻ എന്താന്ന് ചോദിച്ചാൽ അനുശ്രീ വന്നു, സുജിത വന്നില്ല. നാലാമത്തെ ഓപ്ഷൻ അനുശ്രീയും വന്നു, സുജിതയും വന്നു. ഇനി പറയും വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ട്? നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരുകളാണ്, ഒന്ന് അനുശ്രീയും ഒന്ന് സുജിതയും. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്താന്ന് ചോദിച്ചാൽ 2 പേരും, അനുശ്രീയും വന്നില്ല, സുജിതയും വന്നില്ല. രണ്ടാമത്തെ ഓപ്ഷൻ അനുശ്രീ വന്നില്ല, സുജിത വന്നു. മൂന്നാമത്തെ ഓപ്ഷൻ അനുശ്രീ വന്നു, സുജിത വന്നില്ല. നാലാമത്തെ ഓപ്ഷൻ അനുശ്രീയും സുജിതയും വന്നു. ഇനി വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്ലിയർ ആണോ പറഞ്ഞു വരുന്നത്? പറഞ്ഞേ. ഇവിടെ നിങ്ങൾ നോക്കുക, എ ബാർ ബി ബാർ പ്ലസ് എ ബാർ ബി പ്ലസ് എ ബി ബാർ പ്ലസ് എ ബി, അതാ ചോദിച്ചേക്കുന്നത്. സം ഓഫ് ഓൾ മിൻ ടൈംസ് 1 റൈറ്റ് 1. കാരണം ഓപ്ഷൻ വേറെ ഇല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ 2 പേര്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്ന കേസിൽ അനുശ്രീയും സുജിതയുമാണ് നമ്മുടെ ഉദാഹരണങ്ങൾ. ഒന്ന് എയും ഒന്ന് ബിയും. അപ്പൊ 2 വേരിയബിളും ഇല്ല. അതിൽ ഒരു വേരിയബിൾ വെച്ച് 2 കേസ് വരുന്നുണ്ട്. എ ബാർ ബി ബിയും എ ബി ബാറും, പിന്നെ 2 പേരും ഉണ്ട്, എ ബി. ഈ 4 ഓപ്ഷൻസേ ഉള്ളൂ. ഇത് മുഴുവൻ നമ്മൾ സം ചെയ്തെന്ന് പറഞ്ഞ അർത്ഥം എന്താ ചോദിച്ചാൽ നമ്മുടെ ആൻസർ എപ്പോഴും 1 ആയിരിക്കും. ശരിയല്ലേ? ഈ ഒരു ഓപ്ഷൻസിനകത്തിലേക്ക് നമുക്ക് ആൻസർ കിട്ടുള്ളൂ. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഡിജിറ്റലി സംസാരിക്കുമ്പം എ ബാർ ബി ബാർ, എ ബാർ ബി എന്ന് പറയുമ്പോഴേക്കുള്ള അർത്ഥങ്ങളായി സംസാരിച്ചു വരുന്നത്. എ ബി ബാർ, എ ബി. എ ബാർ ബി ബാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉദാഹരണം വെച്ചിട്ട് സുജിതയും ഇല്ല, അനുശ്രീയും ഇല്ല. എ ബാർ ബി എന്ന് പറയുമ്പോഴത്തേക്കും അനുശ്രീ ഇല്ല, സുജിതയുണ്ട്. എ ബി ബാർ എന്ന് പറയുമ്പോൾ അനുശ്രീ ഉണ്ട്, സുജിത ഇല്ല. മൂന്നാമത്തെ ഓപ്ഷൻ അനുശ്രീയും സുജിതയും ഒരുമിച്ച് വന്നു, അല്ലെങ്കിൽ 2 പേരും ഉണ്ട്. ഈ 4 ഓപ്ഷൻസ് അല്ലാതെ വേറെ വകുപ്പില്ല നമുക്ക്. ആൻസർ എന്തായാലും 1 ആയിരിക്കും, ഔട്ട്പുട്ട് ഉണ്ടാവും. ശരിയല്ലേ? കാരണം നല്ല ഓപ്ഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്.
എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്? സജ്ജന പറഞ്ഞത് ക്ലിയർ ആണോ? POS ഒക്കെ നമ്മൾ വരുന്നതേ ഉള്ളൂ. കേട്ടോ സജ്ജന? എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ ആണോ പറഞ്ഞു വന്നേ? എല്ലാവരും ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. സം ഓഫ് ഓൾ മിൻ ടൈംസ് ഈസ് ഈക്വൽ ടു, എല്ലാ മിൻ ടൈമുകളെയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ഓക്കെ ആണ്. പ്രൊഡക്റ്റ് ഓഫ് ടു മിൻ ടൈംസ് എന്തായിരിക്കും? ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഓഫ് ടു മിൻ ടൈംസ്, രണ്ട് മിൻ ടൈമുകളെ തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്താൽ വാല്യൂ എന്തായിരിക്കും? 0 യെസ് 0 ആയിരിക്കും. കാരണം എ ബാർ ബി ഇൻറ്റു എ ബാർ ബി, എ ബാർ ബി ബാർ ഇൻറ്റു എ ബാർ ബി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒന്നിൻ്റെ അകത്ത് ബി ബാറും ഉണ്ട്, ഒന്നിൻ്റെ അകത്ത് ബിയും ഉണ്ട്. പ്രൊഡക്റ്റ് ചെയ്താൽ എന്തായാലും എന്തേ വന്നേ പറ്റുള്ളൂ? 0 വന്നേ പറ്റുള്ളൂ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് പറഞ്ഞു വരാം, സം ഓഫ് ദി ഓൾ മിൻ ടൈംസ് സിഗ്മ n is equal to 0 to 2 raised to n minus 1 m I is equal to, I is equal to 0 to സിഗ്മ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനിയും MI ഇൻറ്റു MJ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. വേർ I നോട്ട് ഈക്വൽ ടു J. ഐയും ജെയും ഡിഫറൻ്റ് ആണെങ്കിലേ അത് പറ്റുള്ളൂ. ശരിയല്ലേ? രണ്ട് മിൻ ടൈമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ ആണ്. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാക്സ് ടൈം. ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞു പോകുന്ന എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? നമ്മൾ പറയുന്നത് ഇനി മാക്സ് ടൈമിനെ കുറിച്ചാണ്. മാക്സ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എ പ്ലസ് ബി ബാർ, എ ബാർ പ്ലസ് ബി, എ ബാർ പ്ലസ് ബി ബാർ. ഇത് ക്യാപിറ്റൽ M0, ഇത് ക്യാപിറ്റൽ M1, ഇത് ക്യാപിറ്റൽ M2, ഇത് ക്യാപിറ്റൽ M3. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒരു കാര്യം ഓർത്തോളുക, ഇവിടെ ബാർ ഉള്ളപ്പോഴാണ് ഇത് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എ ബാർ ബി ബാർ വരുന്ന അവസാനത്തെ കേസിൽ M3 എന്നാണ് വരുന്നത്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ M0. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ M0, എ പ്ലസ് ബി ബാർ എന്ന് പറഞ്ഞാൽ M1, എ ബാർ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ M2, എ ബാർ പ്ലസ് ബി ബാർ എന്ന് പറഞ്ഞാൽ M3. നിങ്ങൾ ഇതേപോലെ തന്നെ എന്തുകൊണ്ട് എഴുതണം? 3 വേരിയബിളിന്റെ എഴുതണം. എ പ്ലസ് ബി പ്ലസ് സി ആദ്യം, ക്യാപിറ്റൽ M0 അപ് ടു എവിടം വരെ നിങ്ങളൊന്ന് എഴുതി ശീലിക്കണം. അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്, അതൊന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയായി പറഞ്ഞു വരുന്നത്. നമ്മൾ പറഞ്ഞത് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു M0, എ പ്ലസ് ബി പ്ലസ് സി ബാർ ഈസ് ഈക്വൽ ടു M1, എ പ്ലസ് ബി ബാർ പ്ലസ് സി ഈസ് ഈക്വൽ ടു M2, എ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ M3, എ ബാർ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു M4, എ ബാർ പ്ലസ് ബി പ്ലസ് സി ബാർ M5, എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി M6, എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ ഈസ് ഈക്വൽ ടു M7. എല്ലാവർക്കും ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ഇനി പറഞ്ഞു വരുന്നത് അറിയാം, പൈ 0 to 2 raised to n minus 1 ക്യാപിറ്റൽ MI ഈസ് ഈക്വൽ ടു എന്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ? എല്ലാ മാക്സ് ടേമുകളുടെയും പ്രൊഡക്റ്റ് വാല്യൂ എന്തായിരിക്കും? മാക്സ് ടേമുകളുടെയും പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രൊഡക്റ്റ് ഓഫ് ഓൾ മാക്സ് ടേംസ്. ഈ പറഞ്ഞു വന്ന M0, M1, M2, M3 എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. 0 അല്ലേ? യെസ് സജന, ശരിയാണ്. നമ്മൾ ചുമ്മാ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, അപ്പോഴത്തേക്ക് ഈസി ആയിട്ട് ആൻസർ വരും. എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ബാർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? എ മാത്രം കിട്ടും. ഡൗട്ട് ഉണ്ടോ? കാരണം ഈ ബി ബാറും എല്ലാം പോകും. അതുപോലെ തന്നെ ബി ബാർ അവിടെ കിടക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ബി ബാറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം ഇതായി പോകുന്നുണ്ട്. ശരിയല്ലേ? ഇത് പറഞ്ഞ പോലെ ബാക്കിയെല്ലാം ടേബിൾ കിട്ടും. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും കിട്ടി 0. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദി 2 മാക്സ് ടേംസ്
സം ഓഫ് ദി ടു മാക്സ് ടേംസ് എന്ത് കിട്ടും? M0 M1 കൂടെ ആഡ് ചെയ്തു, എന്ത് കിട്ടി? 1 കിട്ടി അല്ലേ? റൈറ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സുജിത, അനുശ്രീ എല്ലാവരും കിട്ടി അല്ലേ? സാലിക്കും എല്ലാം കിട്ടി. റൈറ്റ്. അങ്ങനെയാണ് നമുക്കിനി പറയാൻ തന്നെ അറിയാം. അപ്പൊ ഇപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നറിയാം, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവര് തമ്മിലൊരു റിലേഷൻ ഉണ്ട്, അതിനെ കുറിച്ച് ചോദിച്ചു. മിൻ ടേമും മാക്സ് ടേമും തമ്മിൽ ബന്ധമുണ്ട്. അതെങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ഉദാഹരണം പറയാം. M17 നമ്മൾ പറയാൻ പോകുന്നത് UVXYZ. അതില് U ബാർ ക്യാപിറ്റൽ ആയല്ലേ? എന്നാൽ ക്യാപിറ്റൽ 17 എടുക്കാം. അല്ല പറയാം, സ്മോൾ 17 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു വരുന്നത് UVXYZ 1 2 4 8 16. അപ്പൊ നമുക്കെന്ത് പറയാം? M17 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എത്ര ഉണ്ട്? 5 വേരിയബിൾ ഉണ്ട്. UVXYZ 5 വേരിയബിൾ ഉണ്ട്. അതില് യുന് എന്തില്ല? ബാറില്ല. സെഡിനും ബാറില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വരുന്നത് M ബാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സംസാരിക്കുന്ന മിൻഡേം ബാർ എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് വാല്യൂ ഇതായിരിക്കും കിട്ടാൻ പോകുന്നത്. പറഞ്ഞേ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ഫംഗ്ഷൻ ഇപ്പൊ 5 എണ്ണം ഉള്ളതാണ്. അപ്പൊ മിൻഡേം നമ്മൾ 17 എടുത്തു. ഒരു ഉദാഹരണം എടുത്താണ്, നമ്മൾ വലിയ വാല്യൂ ചുമ്മാ എടുത്തെന്നുള്ളേ ഉള്ളൂ, ഒന്ന് ഓർക്കാൻ പറ്റും. അപ്പൊ M17 എടുത്തപ്പം യുവിനും സെഡിനും 1 ഉണ്ട് എന്ന് പറഞ്ഞാൽ ബാറില്ല. അപ്പൊ നമുക്ക് ഇവിടെ മിൻഡേമിൽ നമുക്കറിയാം അത് 1 ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പം 16 + 1 17 കിട്ടി. അപ്പൊ M17 നമുക്ക് കിട്ടി. നമ്മൾ ആ M17 ബാർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട്? M17 നമ്മളെടുത്ത് ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ ഇവിടെ ബാർ വന്നു. ശരിയാണെന്ന് പറ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ്, M17 ബാർ. ഇതാണ് M17 കേട്ടോ. ഞാനിപ്പോ ഇതിൽ നിന്ന് M17 ബാർ ചെയ്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? എന്റെ ക്വസ്റ്റ്യൻ 17 മിൻഡേം 17 നമുക്കറിയാം UV ബാർ X ബാർ Y ബാർ Z. അതിലൊരു സംശയമില്ല നിങ്ങൾക്ക്. 5 വേരിയബിൾ ഉണ്ട്. അതില് യുവിന്റെയും സെഡിന്റെയും വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് 17 കിട്ടി. റൈറ്റ് അല്ലേ? ഇനിയുള്ള ചോദ്യം M17 ബാർ വാല്യൂ തരും. അനുസരിച്ച് കാര്യം ക്ലിയർ ആണോ? M17 നമ്മുടെ ഓൾറെഡി ഉണ്ട്. നമുക്കിപ്പോൾ ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. നിങ്ങൾ തന്നെ ആ റിലേഷൻ പറയാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ അതിന്റെ ബാർ എടുത്തു, M17 ബാർ എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? നമ്മുടെ മാക്സ് ടേം 17 സൂചിത. കറക്റ്റ്. മാക്സ് ടേം എന്താന്ന് ആരും ചിന്തിക്കുന്നില്ല ഇവിടെ. നിങ്ങൾ ഈ എഴുതി വെച്ചേക്കുന്നത്, ഇപ്പം അനുശ്രീ എഴുതി വെച്ചേക്കുന്ന ഇവിടെ ഞാൻ എഴുതാം U ബാർ VXYZ ബാർ അല്ലേ? പ്ലസിന്റെ ടേംസിൽ എഴുതിയാൽ അത് മാക്സ് ടേം ആണ്. മാക്സ് ടേം ഏതാണത്? ബാർ ഉള്ളിടത്താണ് 1 കൊടുക്കുന്നത്. അപ്പൊ ഏതാ കിട്ടുന്നത്? 17 അല്ലേ? അപ്പൊ സുജിത മനസ്സിലായോ? സുജിത കൃത്യമായിട്ട് പറഞ്ഞു. സാലിക്കും അനുശ്രീക്കും ഒക്കെ എങ്ങനെയാണ് ഇത് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സുജിത പറഞ്ഞത് കറക്റ്റ് ആണ്, 17 ആണ് കാണുന്നത്. ഡൗട്ട് ഉണ്ടോ? അനുശ്രീ കാര്യങ്ങൾ ക്ലിയർ ആകുന്നുണ്ടോ? അനുശ്രീ പറഞ്ഞത് എഴുതിയ ആൻസർ കറക്റ്റ് ആണ്. നിങ്ങൾ ഇതിനെ ബാർ എടുത്താൽ നേരെ UV ബാർ X ബാർ Y ബാർ Z ഇതിന്റെ ബാർ എടുത്തു. ഇതെടുത്ത് ഡി മോർഗൻ സപ്ലൈ ചെയ്താൽ നമുക്കറിയാം U ബാർ പ്ലസ് V പ്ലസ് X പ്ലസ് Y പ്ലസ് Z ബാർ. ഇവിടെ നിങ്ങൾ എങ്ങനെ ഈ പറഞ്ഞു വന്ന 14 ഒക്കെ പറയും? ഇതിന് 1 എന്ന് പറഞ്ഞ് വാല്യൂ ഉണ്ട്. ഇത് ഏതാ സാധനം? മാക്സ് ടേം ആയി കാണുന്നു. മാക്സ് ടേമിന്റെ വാല്യൂ എപ്പോഴും പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ബാർ ഉള്ളിടത്താണ് 1. അതുകൊണ്ട് 17 എന്ന് പറയും. ഇത് M17 എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും വേറെ വാല്യൂ പറയാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ സമ്മിൽ എഴുതിയാൽ നിങ്ങൾക്ക് ആ പറയുന്ന ടേംസ് മാക്സ് ടേമിൽ മാത്രമാണ് സംസാരിക്കേണ്ടത്. സമ്മിൽ എഴുതിയാൽ പ്രൊഡക്റ്റായിട്ട് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾ എന്തായിട്ട് പറയാം?
ആ പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബാർ ഉള്ളത് 0 ആയിട്ടും ബാർ ഇല്ലാത്തത് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നാൽ സമ്മായിട്ട് എഴുതുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാക്സ് ടൈം എന്ന് പറഞ്ഞൊരു നിർവചനം തന്നത്. മാക്സ് ടൈമിൽ ബാർ ഉള്ളിടത്താണ് എന്ന് പറഞ്ഞാൽ സമ്മായിട്ട് എഴുതുമ്പോൾ ബാർ ഉള്ളിടത്താണ് 1. അപ്പൊ മാക്സിമം 70 എന്ന് പറയാൻ പറ്റുള്ളൂ. ഒറ്റ കാര്യം ആലോചിച്ചോളാം, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നുണ്ടെങ്കിൽ മുകളിൽ ബാർ വന്നാൽ 0യും ഈ പറഞ്ഞു വന്ന ബാർ അല്ലെങ്കിൽ 1ഉമാണ്. എന്നാൽ എല്ലാം ആഡ് ചെയ്താണ് എഴുതിയിരിക്കുന്നെങ്കിൽ മുകളിൽ ബാർ ഉള്ളിടത്താണ് 1, ഈ പറഞ്ഞു വന്ന സമ്മ് വരുന്ന കേസിൽ ബാർ ഇല്ലാത്തത് എന്താണ് 0 ആണ്. സാലിക്കും ഓക്കെ ആണല്ല, ശ്രദ്ധിക്കണേ ഇവിടെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നേ ഉള്ളൂ, നമുക്കൊരു M17 ബാർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ M17. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ആവശ്യം വരുന്നുണ്ട്. ഇവരെ ഓർത്ത് വെച്ചു. അടുത്ത് നമ്മൾ പറയുന്നത് അറിയാം, ഇവിടെ ശ്രദ്ധിക്കണേ, വളരെ സിമ്പിൾ ഒരു ഫംഗ്ഷൻ എടുക്കാം. എഫ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഇതേതാ ഫംഗ്ഷൻ? എക്സോർ ഗേറ്റ്. ക്ലിയർ ആകുന്നുണ്ടോ? ഇവിടെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടൊരു റിലേഷൻ ആണ്. ഇനിയും പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറഞ്ഞു വരുന്നത് എഫ് ബാർ എ ബി വാല്യൂ എന്തായിരിക്കും? ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ എഫ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എ ബാർ ബി പ്ലസ് എ ബി ബാർ. അത് നമ്മൾക്കറിയാം എ എക്സ് ഓർ ബി ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എഫ് ബാർ എ ബി എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? അതിൻ്റെ കൂടെ ഒരു ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു പോട്ടെ. ഇതെന്ന് പറഞ്ഞാൽ സം ഓഫ് ദി മിൻ ടേം 1ഉം 2ഉം. അതും ആർക്കും ഡൗട്ടില്ല, ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ഫംഗ്ഷൻ സം ഓഫ് ദി മിൻ ടേം 1, 2 ആണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എഫ് ബാർ എ ബി എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? പറഞ്ഞേ സാലി, സുജിത, സജന, അനുശ്രീ, പറഞ്ഞേ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ക്ലിയർ ആയി പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഇപ്പോഴത്തെ ഫംഗ്ഷൻ എ എക്സ് ഓർ ബി ആണ് വന്നേക്കുന്നത്. അതാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എ ബി. അങ്ങനെയാണെങ്കിൽ എഫ് ബാർ എ ബി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എ ബി പ്ലസ് എ ബാർ ബി ബാർ. റൈറ്റ്. എ ബി പ്ലസ് എ ബാർ ബി ബാർ കിട്ടുന്നു. എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻപുട്ടുകളും ഡിഫറന്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ ഇപ്പോഴത്തെ കേസിൽ എഫ് ബാർ എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സിമിലർ ആണെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ട്. അപ്പൊ എ ബാർ ബി ബാർ പ്ലസ് എ ബി. നമ്മൾ പറഞ്ഞു വന്നത് എ എക്സ് ഓർ ബി അല്ലേ? എ എക്സ് ഓർ ബി എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഇൻപുട്ടുകൾ ഡിഫറന്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കണം. അതാണ് എ എക്സ് ഓർ ബി. അതുകൊണ്ടാണ് നമുക്ക് ഇക്വേഷൻ എ ബാർ ബി പ്ലസ് എ ബി ബാർ കിട്ടിയത്. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എഫ് ബാർ ആണ് വേണ്ടത്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പൊ നമുക്ക് വേണം. അതാണല്ലോ എഫ് ബാർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആകുമ്പോൾ രണ്ടിന്റെ ഇൻപുട്ട് സെയിം ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ നമുക്ക് പറയാം എ ബാർ ബി ബാർ പ്ലസ് എ ബി. അതെന്ന് പറഞ്ഞാൽ എ എക്സ് നോർ ബി ആണ്. എന്ന് പറഞ്ഞാൽ സിഗ്മ എം 0, 3. നമ്മളപ്പോ പറഞ്ഞു വരുന്നത് അറിയോ, നമ്മുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷന് 0M12 എന്ന് വിളിച്ചാൽ അതിന്റെ എഫ് ബാർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നമ്പറുകൾ നോക്കിയാൽ മതി. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അറിയോ, നമുക്കൊരു ഫംഗ്ഷൻ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എ ബാർ ബി പ്ലസ് എ ബി ബാർ ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറന്റ് ആകുന്ന ഒരു ഇൻപുട്ടുകൾ വന്നാൽ നമുക്ക് എന്താ പറയുന്നത്, ഇപ്പൊ ഒരു LED കത്തണം അല്ലെങ്കിൽ ബൾബ് കത്തണം. രണ്ടും ഡിഫറന്റ് ആണ് വരുന്നത്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം ആണെങ്കിൽ LED കത്തണം. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്റെ ക്വസ്റ്റ്യൻ എന്നറിയോ, വീണ്ടും നമ്മളൊരു എഫ് ബാർ എടുക്കും, എഫ് ഡബിൾ ബാർ എ ബി. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ, പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യും, എ ബാർ ബി ബാർ പ്ലസ് എ ബിയുടെ ഓൾ ബാർ എടുക്കും. ഡി മോർഗൻ സപ്ലൈ. അതൊന്ന് അപ്ലൈ ചെയ്യുമോ നിങ്ങൾ? ഡി മോർഗൻ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വാല്യൂ കിട്ടും. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇപ്പോൾ എഫ് ഡബിൾ ബാർ നമ്മൾ എടുത്തു. എഫ് ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തെ നമ്മൾ 2 പ്രാവശ്യം ബാർ ചെയ്ത അർത്ഥം എന്ത് തന്നെയാണ്? ഇതപ്പോ എഫ് തന്നെയാണ്. എഫ് ഈസ് ഈക്വൽ ടു എഫ് ഡബിൾ ബാർ എ ബി. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഈ കിട്ടിയേക്കുന്ന വാല്യൂന്ന് നമ്മളൊരു ബാർ വെച്ചു.
എന്നിട്ട് നമ്മുടെ ഡി മോർഗൻ സപ്ലൈ ചെയ്തു. നമുക്ക് വാല്യൂ എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? ഇവിടം വരെ ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എഫ് ഡബിൾ ബാർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ പറഞ്ഞു വരുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ ബാർ പ്ലസ് ബി ബാർ. ആദ്യം ഇത് ഡോട്ടായി. അപ്പൊ ഈ പറഞ്ഞു വന്ന് ഇവിടെ എന്തായി? ഇവിടെ നമുക്ക് എ ബാർ ബി ഇവിടെ ഡോട്ടായി. ശരിയല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? ഇതെല്ലാം പോയി, ഇതുമെല്ലാം പോയി. ഈ പറഞ്ഞു വന്ന അത് ചെയ്യുമ്പോൾ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ ബാർ പ്ലസ് ബി ബാർ. ഇത് നമ്മൾ എങ്ങനെ എഴുതറിയോ? പൈ എം ഏതൊക്കെയാ വാല്യൂ? 0 and 3. ഡൗട്ട് ഉണ്ടോ? കാരണം ഇതേതാ? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 0 ആണ്, എ ബാർ പ്ലസ് ബി ബാർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഇതെന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഫംഗ്ഷന് എഫ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു സം ഓഫ് ദ മിൻറ്റേം 1, 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാം, പൈ എം 0, 3. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടം വരെ എഴുതിയത് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? നമ്മൾ പറഞ്ഞു വന്നേ ഉള്ളൂ. ഈ പറഞ്ഞു വന്ന ഈ കേസിൽ എഫ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു സിഗ്മ എം 1, 2 എന്ന് പറഞ്ഞാൽ പൈ എം 0, 3 എന്ന് പറയാം. ഇത് ഓക്കെ ആണോ? അനുസരിക്ക് ഓക്കെ ആണോ? സാരിക്ക് ഓക്കെ ആണോ? സുജിത പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്നറിയോ? നമ്മളൊരു ഫംഗ്ഷനെ മിൻ ടൈം വെച്ച് റെപ്രസെന്റ് ചെയ്താൽ അതിന്റെ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് സംഭവിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാക്സ് ടൈം വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെയാണ്? ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഈ വാല്യൂ കിട്ടിയത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി, ഒരു സംശയമില്ല. എന്നാൽ ഇനിയും പറയുന്ന പോയിന്റാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ കെ മാപ്പിലോട്ട് പോകും. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം കെ മാപ്പിൽ പോകുന്നില്ല. ഒന്നുകൂടെ നമ്മൾ ഇന്നത്തെ ദിവസം കെ മാപ്പിൽ പോകുന്നില്ല, പക്ഷെ എന്നാലും ഒരു 3 വേരിയബിൾ ഉള്ള ഒരു കെ മാപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അവിടെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എ ബി സി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നു. 0, 0, 0, 1, 1, 1, 1, 0. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഗ്രേ കോഡാണ്. യൂണിറ്റ് ഡിസ്റ്റൻസ് കോഡ് വേണം കെ മാപ്പ് യൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഗ്രേ കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ 1, 1, 1, 1, 1 ഇങ്ങനെ ഒരു നമ്പർ നമുക്ക് മിൻ ടൈം വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 1, 1, 1, 1 എന്ന് പറഞ്ഞ് എല്ലാം റെപ്രസെന്റ് ചെയ്തു സ്ഥലങ്ങളിൽ. എന്നാൽ ഇതിന്റെ ഇപ്പുറത്ത് നമുക്ക് ആരോടുണ്ട്? മിച്ചമുള്ള സ്ഥലങ്ങളിൽ വേണേൽ 0 വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഒരു തെറ്റുമില്ല. രണ്ടും റെപ്രസെന്റ് ചെയ്ത് ഒരേ ഫംഗ്ഷനെ തന്നെയാണ്. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക് പറഞ്ഞു വന്നത്? ഈ പറഞ്ഞു വന്ന പോയിന്റ് കറക്റ്റ് ആണോ? സുജിത, സജന, അനുസരി, സാലിം ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞു വരുമ്പം നമ്മളിപ്പോ എങ്ങോട്ടായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അറിയോ? എല്ലാം നമ്മുടെ കെ മാപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കെ മാപ്പിലോട്ട് ചെല്ലുന്നതിന് മുമ്പ് അറിയേണ്ട ഒരു കാര്യം, ഒരു ഫംഗ്ഷനെ നമുക്ക് 1 വെച്ചും റെപ്രസെന്റ് ചെയ്യാം. ആ 1 റെപ്രസെന്റ് ചെയ്യുന്ന മിൻ ടൈമിനെയാണ്. മിൻ ടൈം വെച്ചല്ല നമുക്കിപ്പോ താല്പര്യം. നമുക്കിപ്പോ മാക്സ് ടൈമിന്റെ ബേസിസിലാണ് ഔട്ട്പുട്ട് വേണ്ടതെങ്കിൽ അതിന്റെ മിച്ചം എത്ര ടൈം വരുന്നത് ആ ടേബിളിലെല്ലാം നമുക്ക് എന്തിട്ട് കൊടുക്കാം? 0 ഇട്ട് കൊടുക്കാം. അത് നമ്മൾ 0 റെപ്രസെന്റ് ചെയ്യുന്ന ആരെയാണ്? മാക്സ് ടൈമിനെയാണ്. 1 റെപ്രസെന്റ് ചെയ്യുന്നത് മിൻ ടൈമിനെയാണ്. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണോ? മുന്നോട്ട് പോയിക്കോട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം മനസ്സിലായി. നമ്മൾ കെ മാപ്പില് 1 റെപ്രസെന്റ് ചെയ്യുന്നത് മിൻ ടൈമിനെയാണെങ്കിൽ ആ 1 എല്ലാം റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞ് മിച്ചം കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം 0 ഇട്ട് കൊടുത്താൽ അത് മാക്സ് ടൈമിന്റെ റെപ്രസെന്റേഷനായി. സെയിം ഫംഗ്ഷന്റെ. ഓക്കെ അല്ലേ? ഒന്നീ നമ്മൾ മിൻ ടൈം വെച്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മാക്സ് ടൈം വെച്ച് ചെയ്യും. മാക്സ് ടൈം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് സം ആയിട്ടായിരിക്കും കിട്ടുന്ന ഔട്ട്പുട്ട്. മിൻ ടൈം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടും സം ഓഫ് ദി പ്രോഡക്റ്റ് എന്നുള്ള ബേസിസ് കിട്ടും. അതിനെക്കുറിച്ച് നമ്മൾ ഇനി പറയാൻ പോകും. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. ഇവിടെ ഇപ്പൊ പറയുകയാണെങ്കിൽ എ പ്ലസ് ബി സി അല്ലെങ്കിൽ ബി സി ബാർ ഇതെന്ന് പറഞ്ഞാൽ എസ് ഒ പി ഫോം, സം ഓഫ് ദി പ്രൊഡക്റ്റ്.
ഇനിയും നമ്മൾ പറയുന്നത് POS ഫോം. അതെന്ന് പറഞ്ഞാൽ A ഇൻറ്റു B ബാർ C ബാർ. ഇതെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് സം ആണ്. ഒരു സംശയമില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ SOP ഫോമും ഉണ്ട്, POS ഫോമും ഉണ്ട്. ഇനി നമ്മൾ പറയുന്നതാണ് കനോനിക്കൽ SOP ഫോമും കനോനിക്കൽ POS ഫോം. ഇവിടെ വരെ പറഞ്ഞതൊക്കെ എല്ലാവർക്കും സംശയമൊക്കെ എല്ലാം ക്ലിയർ അല്ലേ? നമ്മൾ ഇനി പറയുന്നത് SOP ഫോം എന്താന്ന് പറഞ്ഞു, POS ഫോം എന്താന്ന് പറഞ്ഞു. നമ്മൾ ഇനിയും പറയുന്നത് കനോനിക്കൽ SOP ഫോമും ഉണ്ട്, കനോനിക്കൽ POS ഫോമും ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ കനോനിക്കൽ എന്നുള്ള വേർഡ് വന്നു കഴിഞ്ഞാൽ ഓർത്തുകൊള്ളുക, SOP ഫോമിൽ എല്ലാ വേരിയബിളുകളും എല്ലാ ടേബിളും ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ 3 വേരിയബിളുള്ള ABC ബാർ പ്ലസ് ABBC പ്ലസ് A ബാർ BC. ഇതൊരു കനോനിക്കൽ SOP ഫോമാണ്. കാരണം നമ്മുടെ സം ഓഫ് ദി പ്രോഡക്റ്റിൽ എല്ലാ ടേമും എന്ത് തന്നെയാണ്? മിൻ ടേമുകൾ തന്നെയാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതേതാ മിൻ ടേം? നിങ്ങൾക്കൊന്ന് പറയാമോ? ഇത് ഫംഗ്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഏതാ മിൻ ടേമുകളുടെ സം? പറഞ്ഞു. കനോനിക്കൽ SOP ഫോം എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ പ്രൊഡക്റ്റിൽ വി ഷുഡ് യൂസ് അവർ മിൻ ടേംസ് ഓൺലി. അല്ലാതെ ഈ പറയുന്ന ഇവിടെ നോക്ക്, ഇവിടെ ഇതൊരു പർട്ടിക്കുലർ ടേം മാത്രമാണ്, അല്ലെങ്കിൽ BC ബാർ എന്ന് പറയുന്നത് ഒരു മിൻ ടേം അല്ല. കാരണം മിൻ ടേം ആണെങ്കിൽ ആ ടേമിൽ 3 പേരും ഉണ്ടാകണം. 3 വേരിയബിൾ ആണുള്ളതെങ്കിൽ 3 വേരിയബിൾ ഉണ്ടാകണം ആ ടേമിന്റെ അകത്ത്. ഇവിടെ ഒരു ടേമൊക്കെ വരുന്നുള്ളൂ, ശരിയല്ലേ? അതുകൊണ്ട് അതിനെ SOP എന്ന് വിളിച്ചു. കനോനിക്കൽ SOP ഫോം ഇഫ് യു ആർ യൂസ് ഫൈൻഡിങ്, അല്ലെങ്കിൽ ഇഫ് യു ആർ റൈറ്റിംഗ്, വി ഷുഡ് യൂസ് എന്താണ്? മിൻ ടേംസ്. ക്ലിയർ ആണോ? അപ്പൊ ഈ പറയുന്ന വാല്യൂ എന്താണ്? ഫംഗ്ഷൻ ഓഫ് അല്ലെങ്കിൽ മിൻ ടേം ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ABC ബാർ പ്ലസ് ABC പ്ലസ് A ബാർ BC. ഏതാണ് മിൻ ടേം? ഏതൊക്കെയാണ് പറഞ്ഞ? ചുമ്മാ ഒന്ന് പറഞ്ഞു പോയി. M ഓക്കെയാണ് അല്ലെ? 673. റൈറ്റ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇതും ഒരു ടൈം എഴുതാം. A ബാർ പ്ലസ് B ബാർ പ്ലസ് C ഇൻറ്റു A പ്ലസ് B പ്ലസ് C ബാർ ഇൻറ്റു A ബാർ B. ഇതിപ്പോ എന്തായിട്ട് എഴുതിയേക്കുന്നത്? കനോനിക്കൽ POS ഫോം ആയിട്ടാണ്. കനോനിക്കൽ POS ഫോം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേം ആയിരിക്കണം. പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേം മാത്രമേ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, കനോനിക്കൽ POS ഫോം. ഓക്കെ അല്ലേ? അപ്പൊ ഇതും ഏതായിരിക്കും വാല്യൂ എന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവോ? 1 4 അല്ലേ? റൈറ്റ്. A ബാർ പ്ലസ് B പ്ലസ് C ആണ് സാലി. A പ്ലസ് എല്ലാം ആഡ് ചെയ്ത് എഴുതുന്നത്, ABC എന്ന് എഴുതരുത് കേട്ടോ സാലി. റൈറ്റ് 614. ഓക്കെ റൈറ്റ്. അപ്പൊ ഇനിയും പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനിയും പറയാൻ പോകുന്ന പോയിന്റ് പറയാം. ഇവിടെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കെ മാപ്പിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഒന്നിൽ മാക്സ് ടേം ആയിരിക്കണം, അല്ലെങ്കിൽ മിൻ ടേം ആയിരിക്കണം. ശരിയല്ലേ? ഈ ടേമിലാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കെ മാപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചില ക്വസ്റ്റ്യൻസുകളിൽ നമുക്ക് കൃത്യമായിട്ട് അവരെന്ത് തരൂല? കനോനിക്കൽ SOP ഫോം തരൂല. നമ്മൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ എവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? കെ മാപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അതാണ് നമ്മുടെ ചർച്ചയിൽ വരുന്ന വിഷയം. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പം f(ABC) = A പ്ലസ് BC ബാർ. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം SOP ഫോമാണ്. ആ SOP ഫോമിൽ നമുക്ക് എന്തുകൂടെ വേണം? കനോനിക്കൽ SOP ഫോമിലോട്ട് മാറും. SOP ടു കനോനിക്കൽ SOP ഫോം. ക്ലിയർ ആകുന്നുണ്ടോ? ഒരു മിനിറ്റ് ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണമെങ്കിൽ A ഇൻറ്റു ഇതിലില്ലാത്ത ടൈം നമ്മൾ എഴുതുന്നു B പ്ലസ് B ബാർ. എന്തെങ്കിലും വാല്യൂവിന് വ്യത്യാസമൊന്നും ഇല്ല, 1 ആണ്. B പ്ലസ് B ബാർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്.
ഇവിടെ സി പ്ലസ് സി ബാർ പ്ലസ് എ ബാർ പ്ലസ് എ ഇൻറ്റു ബി സി ബാർ. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഏതിലോട്ട് മാറ്റണം? എല്ലാം പ്രൊഡക്റ്റ് ഓഫ് സം ഓഫ് ദി പ്രൊഡക്റ്റ് ടേബിളാക്കണം. ബട്ട് കാനോണിക്കൽ ഫോം വരണം. എല്ലാ ടേമും എയും ബിയും സിയും എല്ലാം എല്ലാ ടേമിലും ഉണ്ടാക്കണം. എന്നിട്ട് അത് നമ്മുടെ ഇൻടേമിന്റെ ബേസിസിൽ എഴുതി നമ്മൾ ചെയ്തോളാം. ഇതെങ്ങനെയാ ചെയ്യുന്നത് മനസ്സിലായി? കാരണം നമുക്ക് എല്ലാ ടേമും ഇതിനകത്ത് ഉണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ചെയ്തിട്ടുണ്ട്. ഓരോരോ എ ബി സി എന്ന് പറഞ്ഞാൽ 3 വേരിയബിൾ യൂസ് ചെയ്താൽ എത്ര ടേമുകൾ കിട്ടും? ആ ടേമുകളെല്ലാം ഏത് മിൻടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നു? അതാണ് ക്വസ്റ്റ്യൻ. യെസ്, സാലി കിട്ടിയത് 7 4 5 2 6 അല്ലേ? അപ്പൊ അവിടെ ഒരു കാര്യമുണ്ട്. അടിപൊളി, അത് ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ റിഡൻഡൻസി ഉണ്ട്. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അധികപ്പറ്റ്. നമ്മുടെ ഈ പതിയ ഒരാൾ അധികപ്പറ്റാണ്. ആരാണ്? 2 പ്രാവശ്യം 6 വരുന്നുണ്ട്. അത് യു ഷുഡ് എലിമിനേറ്റ് എനിവൺ. ഈ ഒരെണ്ണം അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. അനുസരിക്കും കിട്ടി അല്ലേ? സുജിതയ്ക്കും കിട്ടി. ഓക്കെ. സാലി ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, ഒരു 6 ഒഴിവാക്കണം ആ ടേമിൻ്റെ അകത്ത്. എഴുതുമ്പോൾ നമ്മൾ 2 6 ഇതിന്റെ ആവശ്യമില്ല. എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. ശരിയല്ലേ സാലി? പക്ഷെ അറിയേണ്ട ഒരു കാര്യമുണ്ട്, റിപ്പീറ്റിംഗ് വരുന്ന റിഡൻഡന്റ് ടേം ഏതാണ് വന്നതെന്നൊക്കെ അറിഞ്ഞു വെക്കാൻ നല്ലതാണ്. ചിലപ്പോൾ അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മളൊരു സെക്കൻഡ് മെത്തേഡ് പറയാം. ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ഈ മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത്. ഇങ്ങനെ ചോദ്യം വന്നാൽ നമുക്കിത് എഫ് ഓഫ് എ ബി സിയിൽ എ ബി സി എന്ന് വാല്യൂ ഇല്ല. ആദ്യത്തെ ടേമിന്റെ എ ഡിഫൈൻഡ് ആണ്. വാല്യൂ എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഓപ്ഷൻസ് ഉണ്ട്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഡൗട്ട് ഉണ്ടോ? ഒന്നാമത്തെ ടേമില് എയുടെ വാല്യൂ ഡിഫൈൻഡ് ആണ് 1 എന്ന്. അങ്ങനെയാണെങ്കിൽ ബിക്കും സിക്കും 4 ഓപ്ഷൻസ് ഉണ്ട്. 0 0 0 1 1 0 1 1. ഇവിടെ എല്ലാം 1 ഇട്ട് കൊടുക്കുക. ഇനി ഈ പറഞ്ഞ രണ്ടാമത്തെ ടേം ബി സി ബാർ ആണ്. അതുകൊണ്ട് എ ബി സി നിങ്ങൾ എഴുതി വെച്ച് ബിയുടെ വാല്യൂ 1 ഡിഫൈൻഡ് ആണ്, സിയുടെ വാല്യൂ 0 ഡിഫൈൻഡ് ആണ്. ശരിയല്ലേ? അപ്പൊ ഇതിന് 2 ഓപ്ഷൻസ് ഉള്ളത്, ഒന്ന് 0യും ഒന്ന് 1. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ടേമും എന്താണ്? സെയിം ആണ്, ബരാബറാണ്. അതുകൊണ്ട് ഒരാളെ നമുക്ക് അങ്ങനെ കളിക്കും. അപ്പൊ വാല്യൂ ഏതൊക്കെ കിട്ടും? ഇതേതാണ്? 2, ഇത് 4 5 6 7. അപ്പൊ എഫ് ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു സിഗ്മ എം 2 4 5 6 7. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഈ മെത്തേഡാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം നമ്മൾ മറ്റേ എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുന്നതിനേക്കാളും പടാന്ന് ആൻസർ പറയുന്നത്. ജസ്റ്റ് ആ വാല്യൂസിന് വേണ്ടി ഓരോന്ന് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് മിഡ് ടൈം നേരെ ഡയറക്റ്റ് എഴുതുക. അതിന് കെ മാപ്പിന്റെ വാല്യൂസ് ഓരോരുത്തർക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മാർക്ക് ചെയ്യുന്നു. പടാപട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നു. ശരിയല്ലേ? ഓക്കെ ആണോ ഇത്? ഈ മെത്തേഡ് ഓക്കെ ആണോ എല്ലാവർക്കും? പറഞ്ഞേ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. എഫ് ഓഫ് എ ബി സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് സി ബാർ. ഇതേതാ? ഇത് കാണുമ്പോഴേ നമുക്കറിയാം ആരാണ്? പ്രൊഡക്റ്റ് ഓഫ് സാമ്പിളാണ്. കാനോനിക്കൽ പി ഒ എസ് ഫോമാണ് നമുക്ക് വേണ്ടത്. അവിടെ പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എ പ്ലസ് ബി ബി ബാർ പ്ലസ് സി സി ബാർ ഇൻറ്റു എ ബാർ പ്ലസ് ബി പ്ലസ് ബാർ. ഇതിനെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യണം. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ് ഇവിടെ ശ്രദ്ധിച്ചേക്കോ. നമ്മൾ ഈ എഴുതുന്നതിന്റെ കൂടെ നമ്മൾ ആരെയുടെ ഒന്ന് വേണേ പറയും. പൈ എം ആണെങ്കിൽ എന്തോടെ വരും വാല്യൂ? അതോടെ ഒന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന്. കാരണം നമ്മളത് ശീലിച്ചു തുടങ്ങണം ഇപ്പോഴേ. 2 4 5 6 7 നമുക്ക് മിഡ് ടൈമിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാക്സ് ടൈമിൽ എന്ത് പറയാൻ പറ്റും? പറഞ്ഞ് മാക്സ് ടൈമിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടൈം. ഏതായിരിക്കും? ഇതേ ഫംഗ്ഷൻ തന്നെ. അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നിങ്ങൾ ശീലിച്ചോണം, മനസ്സിലങ്ങ് പതിഞ്ഞോട്ടെന്ന് വിചാരിച്ചോട്ടാ. സിഗ്മ എം 2 4 5 6 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ എം എന്ത് പറയാൻ പറ്റും? 0 1 3 അല്ലേ? റൈറ്റ് 0 1 3 റൈറ്റ്.
അത്രേ ഉള്ളൂ 0 1 3 ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഇതുകൂടെ ചെയ്തോളാം. സാറേ കിട്ടുന്നില്ല, എന്തു പറ്റി? ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ മെത്തേഡ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യൂല. നമുക്ക് വേണമെങ്കിൽ എളുപ്പം അത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട്. നിങ്ങൾ ഈ പറയുന്ന ഇത്രയും ബലം പിടിക്കണ്ടല്ലോ. എയുടെ വാല്യൂ ഇതാണെങ്കിൽ, ഒരു മിനിറ്റ് ഇവിടെ ശ്രദ്ധിക്കും എല്ലാവരും ഒന്ന്, കാരണം നമുക്ക് മറ്റേ മെത്തേഡ് ചെയ്യണ്ട. ഇത് ഫാക്ടറൈസ് ചെയ്യാൻ സമയമെടുക്കും. എന്നിട്ട് നിങ്ങൾ വാല്യൂ കണ്ടുപിടിക്കാതിരിക്കണം. ഇവിടെ നോക്ക്, എയുടെ വാല്യൂ മാത്രമുള്ള സമയത്ത്, എ എന്ന് പറഞ്ഞ വാല്യൂ മാത്രം ഉണ്ടെങ്കിൽ എ ബാർ ഉള്ളപ്പോഴാണ് 1. അപ്പൊ 0 എടുക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന POS ഫോം ആണ്. ഇപ്പൊ കാനോനിക്കൽ POS ഫോമിലോട്ട് പോകുന്നത്. അപ്പൊ എക്ക് ബാർ ഉള്ളപ്പോഴാണ് 1 എടുക്കുന്നത് POS ഫോം, ശരിയല്ലേ? അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ മാർക്സ് ടേബിൾ, അപ്പം എയുടെ വാല്യൂ 0 കിട്ടി. അപ്പൊ 0 0 0 1 1 0 1 1 ഈ 4 ഓപ്ഷൻസ് ആണ്. 0 0 0 ഇത് കിട്ടി. ഇനി രണ്ടാമത്തെ കേസിൽ ബി എ ബി സി, രണ്ടാമത്തെ കേസിൽ ബിയുടെ വാല്യൂ 0 ആണ്, സിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 0 1 0. അപ്പൊ ഇത് പറഞ്ഞ വന്നാൽ 0 0 1 0 0 1 ഇവിടെയുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ പറഞ്ഞ രണ്ട് ടേബിൾ ഒരെണ്ണത്തെ എടുത്താൽ മതി. ഇതിനകത്ത് ഒരാളെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് വാല്യൂ എന്ത് കിട്ടും? ഒന്ന് പ്രൊഡക്റ്റ് ഓഫ് മാർക്സ് ടേബിൾ 0 1 2 3 5. സിഗ്മ എം ആയിട്ട് പറയുകയാണെങ്കിൽ 4 6 7. പക്ഷെ എഴുതുമ്പോൾ ഒരു കാര്യം ഓർത്തോളൂ, പ്രൊഡക്റ്റ് ഓഫ് സമിൽ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞു വന്ന മാർക്സ് ടേബിൾ ആണെങ്കിൽ ബാർ ഉള്ളപ്പോഴാണ് 1, ബാർ ഇല്ലാത്തപ്പോൾ 0 ആണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചില ക്വസ്റ്റ്യനുകളിലൊക്കെ ദിസ് മെത്തേഡ് ഇസ് മോർ ബെറ്റർ ആണ്. ഉറപ്പാണ്. കാരണം നമുക്ക് നേരിട്ട് പെട്ടെന്ന് ഒന്നുകൂടെ കണ്ടുപിടിക്കാമെന്ന് അറിയാം, റിഡൻഡൻസി കണ്ടുപിടിക്കാം, ഈ പറഞ്ഞു വന്ന വാല്യൂ നമുക്ക് ഡയറക്റ്റ് എഴുതാം. കാരണം വാല്യൂ മാത്രം മതി നമുക്ക് ഈ പറഞ്ഞ് എന്ത് യൂസ് ചെയ്യാൻ, നമ്മുടെ കേമാപ്പ് യൂസ് ചെയ്യാനൊക്കെ. മറ്റേതെന്ന് പറഞ്ഞാൽ ഫാക്ടറൈസ് ചെയ്തൊക്കെ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ സമയം എടുക്കും. സാരിക്കും ഒക്കെയാണ് അല്ലേ? റൈറ്റ്. അപ്പൊ നമ്മുടെ ഇനി ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മതി. ഇവിടെ തന്നിരിക്കുന്ന രീതി വെച്ചിട്ട് നമുക്ക് SOP ആണ് കണ്ടുപിടിക്കാൻ എളുപ്പം. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് എഴുതിയാൽ മതി? അതിന്റെ നേരെ ബാക്കിയുള്ള എഴുതിയാൽ മതി വാല്യൂസ്, ശരിയല്ലേ? SOP തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കാരണം ഈ തന്നിരിക്കുന്ന വെച്ചിട്ട് നമുക്ക് POS ചെയ്യാൻ പാടാണ്. പക്ഷെ നമ്മൾ SOP ചെയ്തു. SOP ചെയ്തിട്ട് അതിന്റെ മിച്ചമുള്ള വാല്യൂസ് ഏതൊക്കെയാന്ന് നോക്കിയാൽ പോരാ POSൽ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ടേമിൽ നിന്ന് സാലി കാണുന്നുണ്ടോ? ആദ്യത്തെ ടേമിൽ X Y Z, ഇതിൽ ഡിഫൈൻഡ് ആയിട്ടുള്ളത് X-ന് 1 Y-ക്കും 1, ശരിയല്ലേ? 1 1. ഇവിടെ ഉള്ള ഓപ്ഷൻസ് 0യും 1ഉം ആണ്. ഇത് ക്ലിയർ ആണോ സാലി? രണ്ടാമത്തെ കേസിൽ ഇവിടെ നോക്ക്, നമ്മുടെ X ബാർ X Y Z, X-ന്റെ വാല്യൂ X ബാർ ആയതുകൊണ്ട് 0 എന്ന് ഇട്ടു. Z-ന്റെ വാല്യൂ അവിടെ എന്താണ്? 1 ആണ്. അപ്പൊ 0യും ഉണ്ട് 1ഉം ഉണ്ട് ഇവിടെ ഓപ്ഷൻ. 0 1 1. അപ്പൊ വാല്യൂ എന്തൊക്കെയായിരിക്കും ചോദിച്ചാൽ f of X Y Z is equal to സിഗ്മ എം, ഈ പറഞ്ഞു വന്ന 1 3 5 അല്ല സോറി 6 7. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പൈ എം എന്ന് എഴുതാം. പൈ എം 0 2 4 5. അങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ പറയാം.
ക്വസ്റ്റ്യൻ തന്നെ പറയാം. എഫ് ഓഫ് യു വി എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് യു ബാർ സെഡ് in the following function in canonical form, how many number of redundant min terms occur? ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് മിൻ ടേം മുഴുവൻ എഴുതാനല്ല, ഈ ഉണ്ടായി വരുന്ന ഫംഗ്ഷനിൽ എത്ര മിൻ ടേംസ് റിഡൻഡന്റ് ആണ്. റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അധികപ്പറ്റായിട്ട് രണ്ട് ടേമിലും വരുന്ന ഒരു ടേംസ് ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം എടുത്താൽ മതി, ഒരെണ്ണം അധികപ്പറ്റാണ്. എത്ര അധികപ്പറ്റ് നമ്പറുകൾ ഉണ്ടാവും, അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. റിഡൻഡന്റ് എത്ര ചോദിച്ച പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയുന്നുണ്ട്, ഇന്നത്തെ എത്ര മിൻ ടൈം ഉണ്ടാവും ഈ ഫംഗ്ഷൻ്റെ അകത്ത്. റിഡൻഡൻസി ഒക്കെ ഒഴിവാക്കി കഴിയുമ്പോൾ എത്ര മിൻ ടൈംസ് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. കാരണം റിഡൻഡന്റ് ആയിട്ടുള്ള മിൻ ടൈംസ് നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അപ്പൊ അത് ഒഴിവാക്കി കഴിയുമ്പോൾ എത്ര മിൻ ടൈംസ് ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഉണ്ടാവും. വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ ഈ പറയുന്നത് എങ്ങനെ ആലോചിക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇവിടെ നോക്ക്, എഫ് ഓഫ് യു വി എക്സ് വൈ സെഡ്, ഈ കേസിൽ ആദ്യത്തെ യു വി എക്സ് വൈ സെഡ് ഇതിൽ ഒരെണ്ണം ഡിഫൈൻഡ് ആയിട്ടുള്ളൂ, 1. ആർക്കെങ്കിലും സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മിൻ ടൈം ഉണ്ടാകുന്നുണ്ട് പറയാമോ ആർക്കെങ്കിലും? ആദ്യത്തെ ക്വസ്റ്റ്യനില് ഫസ്റ്റ് ടൈമില് എക്സ് ഡിഫൈൻഡ് ആണ്, ബാക്കി എല്ലാം അൺഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞു വന്ന ടൈമിൽ എത്ര ടൈം ഉണ്ടാവും? പറഞ്ഞ അനുശ്രീ, സുജിത പറഞ്ഞേ, സജന, സാലി ഈ കാര്യം ആദ്യം പറഞ്ഞ്. ഈ ടൈം നമ്മൾ ഇത് ചെയ്യുമ്പം 16 റൈറ്റ്. സുജിതയ്ക്ക് സംശയമൊന്നുമില്ല, എല്ലാവർക്കും 16 ഓക്കെയാണ്, അനുശ്രീക്കും 16 ഓക്കെയാണ്, സജന ഓക്കെയാണ്, സാലിക്കും ഓക്കെയാണ്. പറഞ്ഞ സംശയമുണ്ടോ? സാലി ഓക്കെയാണോ? സാലി പറഞ്ഞേ. ഈ പറഞ്ഞ എക്സ് 1 ആൻഡ് ഡിഫൈൻഡ് ആയതുകൊണ്ട് 16 വരും യു വി എക്സ് വൈ സെഡ്. ഓക്കെ ആണോ സാലി? സാലിയുടെ ഒന്ന് ഓക്കെ പറയാമെങ്കിൽ ഞാൻ അടുത്ത കാര്യം പറയാം. പറഞ്ഞേ സാലിയുടെ ഒന്ന് പറഞ്ഞേ. സാലി, ഹലോ സാലി, പറയൂ. ഇവിടെ ഓപ്ഷൻസ് നമുക്ക് 16, കാരണം യു വി വൈ സെഡ് ഇത് മൂന്നും യെസ് സാർ, അവിടെ വരെ ഓക്കെയാണ്. അപ്പൊ യു വി എക്സ് വൈ സെഡില് നമുക്ക് ഈ പറയുന്ന ടേം 0 തുടങ്ങി 1 1 1 1 1 ഇവിടം വരെ എത്ര സംഖ്യ ഉണ്ടാവും ചോദിച്ചാൽ ഇത് 4 വേരിയബിള്, അതുകൊണ്ട് 16 ഉണ്ടാവും, ഒരു ഡൗട്ടും ഇല്ല. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. യു ബാർ സെഡ് ശരിയല്ലേ? ഈ ടേമിനെ കൺസിഡർ ചെയ്യുമ്പോൾ യു വി എക്സ് വൈ സെഡ് അതിൽ യു ബാറിന്റെ വാല്യൂ 0യും സെഡിന്റെ വാല്യൂ 1ഉം. അങ്ങനെയാണെങ്കിൽ എത്ര ടൈം ഉണ്ടാവും? അത് കുഴപ്പമില്ല സാലി, പറഞ്ഞാൽ മതി. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. എനിക്ക് വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. അനുശ്രീ എത്ര ഉണ്ട്? 8 ഉണ്ടാവും. 8 ഉണ്ടാവും. സുജിതയ്ക്ക് ഓക്കെയാണ്, 8 ഉണ്ടാവും. ഓക്കെ ആണോ? സജനയ്ക്കും 8 ഉണ്ട്. സാലി കേൾക്കുന്നുണ്ടല്ലോ, സാലിയുടെ വന്നിട്ടേ ഞാൻ മുന്നോട്ട് പോകുന്നുള്ളൂ. നെറ്റ് ഇഷ്യൂ ഒന്നും നമുക്ക് വിഷയമല്ല. വി വിൽ വെയിറ്റ് ഫോർ യു. അപ്പൊ പറഞ്ഞു വന്നത് എന്താ ചോദിച്ചാല്, നമ്മുടെ ഈ പറഞ്ഞു വന്ന 0 0 1 0 0 അടുത്തത് 0 മറ്റേ കേസിൽ അപ് ടു എവിടം വരെ 0 0 0 തൊട്ട് തുടങ്ങി അവസാനം 0 1 1 1 1. ഇവിടം വരെ നമുക്ക് പോകും. അവിടം വരെ എത്ര ടൈം ഉണ്ട്? 8 ടൈം ഉണ്ടാവും. സാലിക്ക് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇനി എന്നാ അറിയുമോ? ഇനി പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ കേസിലുണ്ടല്ലോ, 2 കേസും സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു യു വി എക്സ് വൈ സെഡ് അതിൽ എക്സിന്റെ വാല്യൂ ആദ്യത്തെ ടേമിൽ 1 ആണ്. ഈ പറഞ്ഞ രണ്ടാമത്തെ ടേമിൽ യു ബാർ 0 ആണ്. ശരിയാകുന്നുണ്ടോ? ഇതിൽ 0 ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ സെഡ് 1 ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സെഡിന് 1 കൊടുത്തു. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിന് 1 കൊടുത്തു.
അങ്ങനെയാണെങ്കിൽ എത്ര വേരിയബിൾ വരും? ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസിൽ എത്ര വേരിയബിൾ വരും? പറഞ്ഞ്, ഇതും വേരിയബിൾ ആണ്, ഇതും വേരിയബിൾ ആണ്. എത്ര എണ്ണം കിട്ടും? മനസ്സിലാകുന്നുണ്ടോ? യുവും x1 ആയിട്ട് ആദ്യത്തെ ടേം ഡിഫൈൻ ചെയ്തു, u0 ആയിട്ടും z1 ആയിട്ടും ഡിഫൈൻ ചെയ്തെങ്കിൽ സുജിത, സജന, നമുക്ക് 4 ഓപ്ഷൻസ് കിട്ടും. അതായിരിക്കും എന്ത്? രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസിൽ എന്ത് വരും? രണ്ടു പേർക്കും ആ ടേം ഉണ്ടാവും. ശരിയല്ലേ? അതാണ് നമ്മുടെ എന്ത്? റിഡൻഡന്റ് ടേം. അപ്പൊ എത്ര റിഡൻഡന്റ് ടേം ഉണ്ടാവും? 4 റിഡൻഡന്റ് ടേം ഉണ്ടാവും. ക്ലിയർ ആകുന്നുണ്ടോ അനുശ്രീ, സജന, സുജിത? ക്ലിയർ അല്ലേ? സംഭവം ക്ലിയർ ആണോ? അനുശ്രീ, സജന, സുജിത, സാലിയും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ എത്ര റിഡൻഡന്റ് ടേം ഉണ്ടാവും? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ടേം ഉണ്ടാവും? അനുശ്രീക്കും ക്ലിയർ ആണ്, സജന, സുജിതയ്ക്കും ക്ലിയർ ആണ്, സാലിയുടെ ക്ലിയർ ആക്കിയാൽ മതി, വന്ന് ക്ലിയർ ആയിക്കോളും. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാൽ, നമ്മുടെ ഈ പറഞ്ഞു വന്ന കേസിൽ എത്ര നമ്പർ ഉണ്ടാവും? ഇവിടെ നമുക്ക് 16 ഉണ്ട്, ഇവിടെ നമുക്ക് 8 ഉണ്ട്. അതില് ടോട്ടൽ എത്ര വരും? 24. അതില് എത്ര ടേം റിഡൻഡന്റ് ആണ്? 4 ടേം റിഡൻഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? 24 - 4, 20 ടേംസ്.